എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ പാണ്ഡവരുടെ സന്ദേശം സഞ്ജയൻ കൗരവസഭയിൽ പറയുന്നതും തുടർന്ന് നടന്ന ചർച്ചകളുമാണ് നമ്മൾ കേട്ടത്. നമുക്ക് മഹാഭാരതം ബാക്കി കേൾക്കാം. ധൃതരാഷ്ട്രരുടെ വാക്കുകൾ കേട്ട് ദുര്യോധനൻ പറഞ്ഞു, അച്ഛാ, അങ്ങ് പറയുന്നത് ദേവന്മാർ പാണ്ഡവരെ തുണയ്ക്കുമെന്നാണ്. അങ്ങനെ ദേവന്മാർ ഒരു പക്ഷത്തെയും അനുകൂലിക്കുകയില്ല. അവർ നിഷ്പക്ഷരാണ്. അതിനാലാണ് അവർക്ക് സ്വർഗപ്രാപ്തി ലഭിച്ചത്. അവർക്ക് ആരോടും പ്രത്യേക സ്നേഹമോ കടപ്പാടോ മമതയോ ഇല്ല. ഇതെല്ലാം മനുഷ്യരുടെ വികാരങ്ങളാണ്. ദേവന്മാർ അതിനെല്ലാം അതീതരാണ്. പാണ്ഡവർ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവരായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് പാണ്ഡവർക്ക് 12 വർഷം വനവാസം അനുഭവിക്കേണ്ടി വന്നത്? അവർ കഷ്ടത അനുഭവിച്ച ആ കാലത്ത് ഒരു ദേവനും അവരുടെ തുണയ്ക്ക് വന്നില്ലല്ലോ. യമനും വായുവും ഇന്ദ്രനും അഗ്നിയും അശ്വിനി ദേവന്മാരും പാണ്ഡവരെ അനുകൂലിച്ച് എന്തെങ്കിലും ചെയ്തതായി അങ്ങേക്കറിയാമോ? പാണ്ഡവർക്ക് വേണ്ടി മാത്രമാണോ അഗ്നിദേവൻ കത്തിജ്വലിക്കുന്നത്? പാണ്ഡവർക്ക് വേണ്ടി മാത്രമാണോ ഇന്ദ്രദേവൻ മഴ പൊഴിക്കുന്നത്? അല്ലാച്ച, ദേവന്മാർ നിഷ്പക്ഷരാണ്. അങ്ങനെ അവർ പക്ഷം ചേരുന്നുവെങ്കിൽ അവരെ മനുഷ്യരുടെ മുകളിലായി സ്ഥാനം നൽകേണ്ട കാര്യമില്ല. അങ്ങനെയെങ്കിൽ അവരെ ദേവന്മാരായി കണക്കാക്കുവാൻ കഴിയുകയുമില്ല. സാഗരത്തിൽ ലയിക്കുമ്പോൾ നദികൾ നാമാവശേഷമാകുന്നത് പോലെ യുദ്ധത്തിൽ എന്നോട് ഏറ്റുമുട്ടി പാണ്ഡവർ നാമാവശേഷമാവും പിതാവേ. എല്ലാം കേട്ടിരുന്ന കർണൻ അപ്പോൾ പറഞ്ഞു, ദുര്യോധന, എൻ്റെ ഗുരുവായ പരശുരാമൻ എന്നെ ശപിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചതെല്ലാം വേണ്ട സമയത്ത് മറന്നു പോകട്ടെ എന്ന്. അങ്ങനെ അദ്ദേഹം ശപിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് എന്നോട് സ്നേഹമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ശിഷ്യൻ ഞാനാണെന്ന്. ശിഷ്യന്മാരിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയം എന്നോടായിരുന്നുവെന്ന്. ദുര്യോധന, യുദ്ധത്തിൽ അങ്ങയ്ക്ക് വിജയം ഞാൻ സമ്മാനിക്കും. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ്. താങ്കളുടെ കൂടെ ആരുമില്ലെങ്കിലും ഞാൻ എപ്പോഴും ഉണ്ടാകും. ഞാൻ പാണ്ഡവരെയും അവരുടെ പുത്രന്മാരെയും മധ്യ പാഞ്ചാലിനെയും വധിക്കും. ആ കർത്തവ്യം എന്നിൽ ധൈര്യമായി അങ്ങ് അർപ്പിച്ചാലും. ഇത് കേട്ട് ഭീഷ്മർ പറഞ്ഞു, വീരസ്യം പറയുവാൻ അംഗരാജാവിനോളം പോന്ന മറ്റാരും തന്നെയില്ല. നിന്റെ മരണത്തിന്റെ സമയം അടുത്ത് വരികയാണ് കർണ. അതിനാലാണ് കാർമേഘം ആകാശത്തെ എന്ന കണക്കെ നിന്റെ വിവേകം ബാലിശമായ ചിന്തകളാൽ മൂടപ്പെട്ട് കിടക്കുന്നത്. പാണ്ഡവരെ നീ നശിപ്പിക്കുമെന്ന് നീ വീരസ്യം പറഞ്ഞ് നിന്നുകൊള്ളുക. യുദ്ധം അരങ്ങേറിയാൽ നിനക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ധൃതരാഷ്ട്രപുത്രന്മാരെ പാണ്ഡവർ യമപുരിക്ക് അയക്കും. ദേവേന്ദ്രൻ നൽകിയ ഒരിക്കൽ മാത്രം പ്രയോഗിക്കുവാൻ പറ്റുന്ന ഒരു വേലും മുറുകെ പിടിച്ചുകൊണ്ടാണോ നീ പാണ്ഡവരെ നേരിടുവാൻ പോകുന്നത്? ആ വേൽ കേശവൻ സുദർശനത്താൽ തന്നെ ഭസ്മമാക്കും. നരകാസുരനെ വധിച്ച സാക്ഷാൽ മധുസൂദനനാണ് അർജുനനെ സംരക്ഷിക്കുന്നത്. കർണ, എത്രയോ യുദ്ധങ്ങളിൽ നിന്നെക്കാളും വലിയ എത്രയോ വീരന്മാരെ നിഷ്പ്രയാസം വധിച്ചിട്ടുള്ളവനാണ് ശ്രീകൃഷ്ണൻ. ഇത് കേട്ട് ക്രോധത്തോടെ കർണൻ പറഞ്ഞു, പിതാമഹ, താങ്കൾ പറയുന്നത് പോലെയോ അതിലും അപ്പുറമോ ആയിരിക്കാം കേശവന്റെ മഹാത്മ്യം. അതവിടെ നിൽക്കട്ടെ. അവസരം കിട്ടുമ്പോഴെല്ലാം എന്നെ തരം താഴ്ത്തുകയും അപമാനിക്കുകയും ചെയ്യുന്ന പിതാമഹൻ ഇത് കേട്ടാലും അങ്ങ് എന്നെ കുരുസഭയിലെ കാണുകയുള്ളൂ, യുദ്ധത്തിൽ കാണുകയില്ല. യുദ്ധത്തിൽ പിതാമഹൻ വീണതിന് ശേഷം മാത്രമേ ഞാൻ ആയുധമെടുക്കുകയുള്ളൂ. ഞാൻ എൻ്റെ ആയുധം താഴെ വയ്ക്കുന്നു. ഞാൻ ആയുധമെടുക്കുന്നത് പിതാമഹൻ യുദ്ധത്തിൽ വീണതിന് ശേഷം മാത്രമായിരിക്കും. എന്നെ വില കൽപ്പിക്കാത്ത പിതാമഹനോടൊപ്പം നിന്ന് ഞാൻ യുദ്ധം ചെയ്യുകയില്ല. ഇത്രയും പറഞ്ഞ് കർണൻ സഭ വിട്ട് ഇറങ്ങിപ്പോയി. കർണന്റെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് ഭീഷ്മർ ദുര്യോധനനോട് പറഞ്ഞു, ഈ സൂതപുത്രൻ വലിയ വാഗ്ദാനങ്ങൾ നിനക്ക് നൽകിയിട്ട് ഇതാ ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് അവൻ നിനക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ പോകുന്നത്? യുദ്ധത്തിൽ വ്യൂഹങ്ങൾ ചമയ്ക്കപ്പെടുന്നതും അത് തകർക്കപ്പെടുന്നതും കർണൻ നോക്കി നിൽക്കുമായിരിക്കും അല്ലേ ദുര്യോധന? ഭീമൻ എല്ലാവരെയും കൊന്നു മുന്നേറുമ്പോഴും അവൻ മാറി നിന്ന് കണ്ടു നിൽക്കുമായിരിക്കും അല്ലേ സുയോധന? ഇവനെ കണ്ടുകൊണ്ടാണോ നീ യുദ്ധത്തിന് കാഹളം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്? ഗുരുവിനോട് കള്ളം പറഞ്ഞ് വിദ്യ നേടിയെടുക്കുവാൻ എന്ന് ഇവൻ ശ്രമിച്ചുവോ അന്നേ അവന്റെ ധർമ്മം അവനെ കൈവെടിഞ്ഞിരിക്കുന്നു. എന്നേ അവന് സ്വധർമ്മം നഷ്ടമായിരിക്കുന്നു. മഹാജ്ഞാനിയായ വിദുരർ ദുര്യോധനനോട് പറഞ്ഞു, പുത്ര, ഞാൻ പറയുന്ന കഥ നീ ശ്രദ്ധിച്ചു കേട്ടാലും. പണ്ട് ഒരു വേടൻ പക്ഷികളെ പിടിക്കുവാൻ വല വിരിച്ച് കെണിയൊരുക്കി കാത്തിരുന്നു. 2 വലിയ പക്ഷികൾ ആ വലയിൽ കുടുങ്ങി. ശക്തരായ ആ പക്ഷികൾ വേടന്റെ വലയും കൊണ്ട് പറന്നു. ആകാശത്തിലൂടെ തന്റെ വലയുമായി പറന്നു പോകുന്ന പക്ഷികളെ പിന്തുടർന്ന് വേടനും ഓടി. അത് കണ്ട് ഒരു സന്യാസി വേടനോട് ചോദിച്ചു, നീ എന്തിനാണ് പറന്നു പോകുന്ന ആ പക്ഷികൾക്ക് പിന്നാലെ ഓടുന്നത്? നിനക്ക് നിന്റെ വലയും കിട്ടാൻ പോകുന്നില്ല, ആ പക്ഷികളെയും കിട്ടാൻ പോകുന്നില്ല. ഇത് കേട്ട് വേടൻ പറഞ്ഞു, ആ പക്ഷികൾ തമ്മിൽ അധികം വൈകാതെ കലഹിക്കും. അവർ അന്യോന്യം കലഹിച്ച്
പരസ്പരം കൊത്തി മുറിവേൽപ്പിക്കുവാൻ ശ്രമിച്ച് അവസാനം താഴെ പതിക്കുകയും ചെയ്യും. വേടൻ പറഞ്ഞതുപോലെ കുറച്ചു ദൂരം പറന്നപ്പോൾ ആ പക്ഷികൾ തമ്മിൽ കലഹിച്ചു. രണ്ടും രണ്ട് വഴിക്ക് പറക്കുവാൻ ശ്രമിച്ചു. അവസാനം വലയിൽ ചിറകുകൾ കുരുങ്ങി 2 പക്ഷികളും നിലത്ത് വീണു. വേടന് സ്വന്തം വലയും തിരിച്ചു കിട്ടി. ഭക്ഷണമാക്കുവാൻ ആ പക്ഷികളെയും കിട്ടി. ഇങ്ങനെയാണ് സ്വത്തിനു വേണ്ടി കടിപിടി കൂട്ടുന്ന ബന്ധുക്കളെ ശത്രുക്കൾ എളുപ്പം കീഴ്പ്പെടുത്തുന്നത്. ബന്ധുക്കൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമായിരിക്കാം. എന്നാൽ അത് കലഹിക്കാതെ രമ്യതയിൽ പരിഹരിക്കണം. ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ശക്തിപുത്ര, യുദ്ധം ചെയ്ത് പിരിയുന്നതിലല്ല. ധൃതരാഷ്ട്ര മഹാരാജൻ, ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം അങ്ങേക്ക് പറഞ്ഞു തരാം. പണ്ട് ഞാനും ഏതാനും മുനികളും കിരാതന്മാരും കൂടെ ഗന്ധമാദന പർവ്വതത്തിൽ പോയി. അവിടെ പാറകൾക്ക് ഇടയിലായി കാട്ടുതേനിന്റെ വലിയൊരു ശേഖരം ഞങ്ങൾ കണ്ടു. അത്യപൂർവമായ ഔഷധ ഗുണങ്ങളുള്ള അതിവിശിഷ്ടമായ ആ തേൻ കുബേരന്റെ പ്രിയപ്പെട്ട പാനീയമാണ്. അതിനെ സംരക്ഷിക്കുവാൻ അനേകം അദൃശ്യ ശക്തികളുണ്ട്. അത് കുടിച്ചാൽ മനുഷ്യന്മാർ അമരന്മാരായി മാറും. കാഴ്ചയില്ലാത്തവന് കാഴ്ച ലഭിക്കും. വൃദ്ധൻ യുവാവാവും. എൻ്റെ കൂടെയുണ്ടായിരുന്ന മുനിമാരാണ് എന്നോട് അത് പറഞ്ഞത്. ആ തേൻ കണ്ട് അതിൻ്റെ മഹാത്മ്യം അറിഞ്ഞ് അത് മറ്റാർക്കും കൊടുക്കാതെ സ്വന്തമാക്കുവാൻ മുൻപിൻ നോക്കാതെ ആർത്തിയോടെ പോയ കിരാതന്മാർ പാറക്കെട്ടിന് ഇടയിലായുള്ള വിടവിൽ വീണ് മരണപ്പെട്ടു. അവർ തേൻ മാത്രമേ കണ്ടുള്ളൂ. അതിൻ്റെ മുൻപിലായുള്ള കിടങ്ങ് കണ്ടില്ല. താങ്കളുടെ പുത്രന്മാർ എല്ലാം സ്വന്തമാക്കുവാനും സ്വയം അനുഭവിക്കാനുമാണ് ആഗ്രഹിക്കുന്നത്. ദുര്യോധനന് സവ്യസാചി അർജുനനെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. അർജുനൻ ഏകരഥത്തിൽ ലോകം മുഴുവൻ ജയിക്കുവാൻ പോന്നവനാണ്. ധൃതരാഷ്ട്ര മഹാരാജൻ, യുധിഷ്ഠിരനെ അടുത്ത് നിർത്തുക. അവനും പാണ്ഡവനും ശത്രുക്കളല്ല. 2 പക്ഷത്തായി നിന്ന് യുദ്ധം ചെയ്താൽ ആർക്കും പൂർണ്ണ വിജയം ലഭിക്കുകയില്ല. വിജയിക്കുന്നവരും തോൽപ്പിക്കപ്പെടുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണുകയുമില്ല. നഷ്ടം കുരുവംശത്തിനായിരിക്കും. വിദുരർ സംസാരിച്ച് നിർത്തി. ആരുടെയും വാക്കുകൾക്ക് ദുര്യോധനനിൽ ഒരു സ്വാധീനവും ചെലുത്തുവാൻ കഴിഞ്ഞില്ല. ദുര്യോധനനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഭീഷ്മരും മറ്റെല്ലാവരും രാജസഭ വിട്ടുപോയി. രാജസഭയിൽ അവശേഷിച്ചത് സഞ്ജയനും ധൃതരാഷ്ട്രരും ദുര്യോധനനും മാത്രമായി. ആ സമയത്ത് ധൃതരാഷ്ട്രർ സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ, ഇപ്പോൾ നമ്മൾ 3 പേരും മാത്രമേ ഇവിടെയുള്ളൂ. എന്നോടങ്ങ് പറഞ്ഞാലും താങ്കളുടെ അഭിപ്രായത്തിൽ കൃഷ്ണൻ എങ്ങനെയാവും ഈ യുദ്ധത്തിന്റെ വിജയപരാജയങ്ങൾ നിർണയിക്കുക? സഞ്ജയൻ പറഞ്ഞു, മഹാരാജൻ, അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം രഹസ്യമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ പിതാവായ വ്യാസഭഗവാനും മഹാറാണി ഗാന്ധാരിയും ഇവിടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുവാൻ പോകുന്നത് അവരും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉടൻ തന്നെ വേദവ്യാസൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗാന്ധാരിയും എത്തി. സഞ്ജയൻ വേദവ്യാസനും ഗാന്ധാരിയും കേൾക്കെ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, കൃഷ്ണനെ പറ്റി എവിടെ നിന്നും പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല രാജൻ. സ്വന്തം ഇഷ്ടപ്രകാരം സ്വയം ആഗ്രഹിക്കുന്ന തരത്തിൽ ജന്മമെടുത്തവനാണ് ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ സുദർശന ചക്രത്തിന് തകർക്കുവാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല ഈ പ്രപഞ്ചത്തിൽ. അദ്ദേഹം പുരുഷോത്തമനാണ്. അദ്ദേഹം സകലത്തിൻ്റെയും അധിപതിയാണ്. എല്ലാം അദ്ദേഹത്തിന്റെ മായയാണ്. എല്ലാം അദ്ദേഹത്തിന്റെ ലീല തന്നെ. കാലചക്രത്തെ തിരിക്കുന്നതും അദ്ദേഹം തന്നെ. കാലത്തിനതീതനും അദ്ദേഹം തന്നെ. വെറുമൊരു ചിന്തയിലൂടെ പോലും പ്രപഞ്ചത്തെ ഭസ്മമാക്കുവാൻ പോന്നവനാണ് കേശവൻ. എവിടെ ധർമ്മമുണ്ടോ അദ്ദേഹം ആ പക്ഷത്തായി കാണപ്പെടും. അദ്ദേഹത്തിന് തുടക്കവുമില്ല, ഒടുക്കവുമില്ല, ജനനവുമില്ല, മരണവുമില്ല. അദ്ദേഹം സർവവ്യാപിയും പരമാത്മാവുമാണ്. സമയത്തെ നിയന്ത്രിക്കുന്ന ശ്രീഹരി തന്നെയാണ് കൃഷ്ണനായി ഭൂമിയിൽ നടക്കുന്നതും പാണ്ഡവ കൗരവ യുദ്ധം ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നതും. അദ്ദേഹം എവിടെയുണ്ടോ വിജയം അവിടെ തന്നെയാവും രാജൻ. ധൃതരാഷ്ട്രർ ദുര്യോധനനോട് പറഞ്ഞു, പുത്ര, സഞ്ജയന്റെ വാക്കുകൾ നീ കേട്ടില്ലേ? കേശവനിൽ അഭയം പ്രാപിക്കൂ. യുദ്ധം വേണ്ട. ദുര്യോധനൻ പറഞ്ഞു, ഇവർ പറയുന്നത് പോലെ കേശവൻ മഹാനായിരിക്കാം. പക്ഷേ കേശവൻ പാണ്ഡവ പക്ഷത്താണ്. അതിനാൽ തന്നെ എനിക്ക് കൃഷ്ണനുമായി സൗഖ്യം കൂടേണ്ട കാര്യമില്ല. കൃഷ്ണൻ അർജുനന്റെ ഉറ്റമിത്രമായിരിക്കെ എന്നെ കൃഷ്ണൻ പിന്തുണയ്ക്കുകയില്ലല്ലോ. സ്വാഭിമാനം മറന്ന് ഞാൻ ഒന്നും തന്നെ ചെയ്യുകയില്ല. ഗാന്ധാരി പറഞ്ഞു, ദുര്യോധന, നിനക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചുവോ? മുതിർന്നവർ പറയുന്നതൊന്നും നിന്റെ ബുദ്ധിയിലേക്ക് കയറാത്തത് എന്തുകൊണ്ടാണ്? നിനക്ക് വിവേകമില്ലാതെയായോ സുയോധന? ജ്ഞാനികളുടെ വാക്കുകൾ അവഗണിച്ചാൽ നീ ജീവിതത്തിൽ അമ്പേ പരാജയപ്പെട്ടു പോകും. സ്വന്തം പിതാവിന്റെ വാക്കുകൾ പോലും നീ മാനിക്കുന്നില്ല. വിനാശത്തിലേക്കാണ് നിന്റെ പോക്ക്. നീ കുരുവംശത്തിനെയും നാശത്തിലേക്കാണ് നയിക്കുന്നത്. നിന്നെ ഓർത്ത് എൻ്റെ മനസ്സ് പിടയുകയാണ്. നിനക്ക് സൽബുദ്ധി ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കാത്ത ദിനങ്ങളില്ല. ദുര്യോധനൻ തല താഴ്ത്തിയിരുന്നു. വ്യാസൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, പുത്ര, സഞ്ജയന്റെ വാക്കുകൾ നീ ശ്രദ്ധിച്ചാലും
നിന്റെ സംശയങ്ങൾ സഞ്ജയൻ ശമിപ്പിക്കും. ധൃതരാഷ്ട്രർ സഞ്ജയനോട് പറഞ്ഞു. സഞ്ജയ, കൃഷ്ണനെ പറ്റി കൂടുതൽ പറഞ്ഞു തന്നാലും. സഞ്ജയൻ പറഞ്ഞു. മനസ്സിനെയും ആഗ്രഹങ്ങളെയും ആസക്തികളെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാത്ത ഒരുവന് കൃഷ്ണനെ പൂർണ്ണമായും അറിയുവാൻ സാധിക്കുകയില്ല രാജൻ. കൃഷ്ണൻ, അദ്ദേഹം അനന്തമാണ്. സകല ദേവന്മാരും ജന്മമെടുത്തത് കേശവനിൽ നിന്നുമാണ്. മധു എന്ന അസുരനെ നിഗ്രഹിച്ചതിനാൽ അദ്ദേഹം മധുസൂദനൻ എന്നറിയപ്പെടുന്നു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനായതിനാൽ, ആത്മബോധം ഉള്ളവനായതിനാൽ അദ്ദേഹത്തെ ഋഷികേശൻ എന്ന് വിളിക്കുന്നു. താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകൾ ഉള്ളതിനാൽ അവൻ പുണ്ടരീകാക്ഷൻ എന്ന് അറിയപ്പെടുന്നു. ജനത്തിന് ഐശ്വര്യവും സമ്പത്തും സംരക്ഷണവും പ്രദാനം ചെയ്യുന്നതിനാൽ അവൻ ജനാർദ്ദനനാകുന്നു. കേശി എന്ന അസുരനെ നിഗ്രഹിച്ചതിനാൽ അവൻ കേശവൻ. 3 ലോകങ്ങളെയും കയ്യിലൊതുക്കുവാൻ കഴിയുന്നവനായ അവൻ മഹാബാഹുവാണ്. അവൻ സാക്ഷാൽ നാരായണനാണ്. ജനന മരണമില്ലാത്തതിനാൽ അവൻ അനന്തനാണ്. ആരാലും പരാജയപ്പെടുത്തുവാൻ കഴിയാത്തതിനാൽ അവൻ ജിഷ്ണുവാണ്. ഒരു തരത്തിലുമുള്ള ച്യുതി സംഭവിക്കാത്തതിനാൽ അവൻ അച്യുതൻ എന്നും അറിയപ്പെടുന്നു രാജൻ. ആ കൃഷ്ണൻ നേരിട്ട് ഇങ്ങോട്ട് ഹസ്തിനപുരിയിലേക്ക് വരും. യുദ്ധം ഒഴിവാക്കുവാൻ വാസുദേവൻ പരമാവധി ശ്രമിക്കും. യുദ്ധം ഒഴിവായാൽ അത്യുത്തമം. എല്ലാം അദ്ദേഹത്തിൻ്റെ ലീല തന്നെ. ദുഷ്ടനിഗ്രഹണത്തിനും അധർമ്മികളെ ഉന്മൂലനം ചെയ്യുവാനും ധർമ്മം പുനഃസ്ഥാപിക്കുവാനുമാണ് കൃഷ്ണൻ നമുക്കിടയിൽ വന്നിരിക്കുന്നത്. പാണ്ഡവർ അദ്ദേഹത്തിൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ്. അത് മനസ്സിലാക്കുവാൻ കൗരവപക്ഷത്തിന് സാധിച്ചാൽ നല്ലത് തന്നെ. സഞ്ജയനിലൂടെ കൃഷ്ണൻ ഹസ്തിനപുരിയിലേക്ക് വരുന്നു എന്ന വാർത്ത അറിഞ്ഞ ധൃതരാഷ്ട്രർ കൈകൾ കൂപ്പി ആ വാർത്ത സ്വീകരിച്ചു. ദുര്യോധനൻ അവജ്ഞയോടെയിരുന്നു. ഇതേ സമയം ഉപപ്ലവ്യത്തിൽ യുധിഷ്ഠിരൻ കൃഷ്ണനോട് പറഞ്ഞു. കേശവ, ഇപ്പോൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ദുർഘടമായ അവസ്ഥ മറികടക്കുവാൻ ഞങ്ങൾക്ക് താങ്കളുടെ സഹായം വേണം. അങ്ങയിലൂടെ വേണം ഞങ്ങൾക്ക് ധൃതരാഷ്ട്രപുത്രന്മാരിൽ നിന്നും അർഹമായത് നേടിയെടുക്കുവാൻ. വൃഷ്ണികുലത്തിന്റെ സംരക്ഷകനായ അങ്ങ് ഞങ്ങൾ പാണ്ഡവരെയും സംരക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഋഷികേശ. കൃഷ്ണൻ പുഞ്ചിരിച്ചു. തൽക്കാലം മഹാഭാരതത്തിന്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുവാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. നന്ദി.